ടി പി സിന്ധുമോളിലേക്ക് പോകുകയാണെങ്കിൽ, ടി പി സിന്ധുമോൾ, പതിവ് പോലെ ഇത്തവണയും വലിയ രോദനമാണ് നമ്മൾ കേൾക്കുന്നത്. കേരളത്തെ അവഗണിച്ചു, കേരളത്തിന് ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ 10-11 കൊല്ലമായി നമ്മൾ ഇതേ പല്ലവി കേൾക്കുകയാണ്. എന്താണ് BJPയുടെ പ്രതികരണം? നീലിമ, ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ബജറ്റ് ചർച്ചകൾ നമ്മൾ വിവിധ ചാനലുകളിൽ അല്ലാതെയുള്ള ഇടങ്ങളിലൊക്കെ നമ്മളിത് കേട്ടു. നിഷ്പക്ഷരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ, അതുപോലെ തന്നെ വ്യവസായികൾ, വാണിജ്യ മേഖലയിലുള്ളവർ എല്ലാം തന്നെ ഈ ബജറ്റിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വളരെ സന്തോഷത്തോടെ കേൾക്കാൻ സാധിച്ചു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും പറയുന്നത് ഇത് പ്രായോഗികമായ ഒരു ബജറ്റാണ്. അതായത് കൃത്യമായിട്ട് എന്ത് നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചൊരു ഗവൺമെൻറ് വരുന്നോ അത് നടപ്പാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി, അതിലൊട്ടും വെള്ളം ചേർക്കാതെ, ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഈ ഇന്ത്യ രാജ്യത്തിന് ആകെ മൊത്തം വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ള രീതിയിലാണ് ഈ വിഭാഗങ്ങളെല്ലാം, ഞാൻ പറഞ്ഞതുപോലെ നിഷ്പക്ഷരായിട്ടുള്ള കുറച്ച്, ഇതുപോലെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്, അവരൊഴികെ ബാക്കി എല്ലാവരും ഈ ബജറ്റിനെ വിശേഷിപ്പിച്ച് കണ്ടത് അങ്ങനെയാണ്. അതിൽ എനിക്ക് തോന്നുന്നു അതിൽ നിഷ്പക്ഷരായിട്ടുള്ളവരുണ്ട്, വിവിധ രാഷ്ട്രീയ വിശ്വാസം ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ഈ ബജറ്റിനെ കുറിച്ച് യാതൊരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ, പ്രശംസിക്കുന്ന രീതിയിൽ ഈ ബജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അതുതന്നെ വളരെയധികം സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. കാരണം അവരെല്ലാം ഈ വിഷയങ്ങളിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ്. അവരാണ് ഇതിനെക്കുറിച്ച് ഓരോ വരികളും വായിച്ച് അതിൻ്റെ അർത്ഥവും മറ്റു കാര്യങ്ങളും വിശദീകരിച്ച് ഈ സമൂഹത്തോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് കരയുന്ന ആളുകളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബജറ്റിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾക്ക് മോശം പറയാൻ സാധിക്കുക? ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവിടെ തുടക്കം തൊട്ട് തന്നെ ഇടതുപക്ഷ സഹയാത്രികരാവട്ടെ, ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ ഒക്കെ വിലപിക്കുന്നത് കണ്ടത്, ആദ്യം പറഞ്ഞത് എയിംസ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ബുള്ളറ്റ് ട്രെയിനുകൾ അനുവദിച്ചത്, അതിവേഗ റെയിൽപാത കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വിലപിക്കുക. ഇവിടെ പല ആവർത്തി ഇവരോട് ചോദിച്ചു കഴിഞ്ഞു, ഈ കേരളം ഇതിനു വേണ്ടിയൊക്കെ എന്ത് ചെയ്തു? ഇവിടെ അനുവദിച്ചത് നമ്മൾ കണ്ടു, ബുള്ളറ്റ് ട്രെയിനുകളാണ്. ബുള്ളറ്റ് ട്രെയിൻ വേണമെന്നുള്ള ആവശ്യം കേരളം എപ്പോഴെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചിട്ടുണ്ടോ? അവർ വ്യക്തമാക്കട്ടെ. ബുള്ളറ്റ് ട്രെയിനുകളാണ് അനുവദിച്ചിരിക്കുന്നത്. അതിവേഗ റെയിൽപാത എന്ന് പറയുമ്പോൾ അനുവദിച്ചിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിനുകളാണ്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീധരൻ സാറിനെ എന്നാണോ ഇവരൊക്കെ ഓരോരത്ത് മാറ്റി നിർത്തിയത്, അന്നു മുതൽ ഇവിടുത്തെ ഇവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കപട നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അവർ ശ്രീധരൻ സാറിനെ പോലെയുള്ളവരെ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിലെങ്കിലും ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, എയിംസിനെ കുറിച്ച് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാർ, അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എയിംസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ 5 സ്ഥലങ്ങളിൽ, കേവലം 5 സ്ഥലങ്ങളിലെങ്കിലും 250 ഏക്കർ ഭൂമി കണ്ടുപിടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള DPR പ്രോജക്റ്റ് മുന്നോട്ട് വെക്കണം. ഈ കേരളത്തിലാകെ ഇതുവരെ 125 ഏക്കറാണ് എയിംസിന് വേണ്ടിയിട്ട്, ഈ കാലം അത്രയും എയിംസിന് വേണ്ടി കരയുന്ന ഈ മുന്നണികൾ കണ്ടെത്തിയിട്ടുള്ളത്. എങ്ങനെ ഒരു സർക്കാരിന് എയിംസ് അനുവദിക്കാൻ സാധിക്കും? അതിന്റെ മാനദണ്ഡം എന്താണ്? ഇവർ ഈ സമൂഹത്തോട് തുറന്ന് പറയണ്ടേ? അതെ, 125 ഏക്കർ മുന്നോട്ട് വെച്ചിട്ട് പറയാണ് എയിംസ് തരണം. ഇതിന്റെ മാനദണ്ഡം എന്താണ്? 5 സ്ഥലങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണം. ആ 5 സ്ഥലങ്ങളിൽ 250 ഏക്കറിൽ കുറയാൻ പാടില്ല. അത്രയും ഭൂമി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇവിടെ സർക്കാർ അത് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് വിലപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ മറ്റൊന്ന്, എലക്ഷൻ, കേരളത്തിൽ ഉൾപ്പെടെ നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് എവിടെയെങ്കിലും പക്ഷപാതപരമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തിന് മൊത്തം വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ്, ചില സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് റാഞ്ചി എന്ന് നമ്മൾ കേട്ടു, ഒറീസ എന്ന് കേട്ടു. കേരളത്തിലെ കോറിഡോറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കേരളം, തമിഴ്നാട് എന്നുള്ള ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ കേട്ടു. ഇതിലുപരി ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേരുകൾ എടുത്ത് പറഞ്ഞ് ഇന്നത് ഈ സംസ്ഥാനത്തിനാണ്, ഇന്ന പ്രോജക്റ്റ് ഈ സംസ്ഥാനത്തിനാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് മുഴുവൻ ഭാരതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് കാണാൻ സാധിക്കില്ല? അതെ, അത് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ള
എന്നുള്ള സംശയമാണ് BJP ഉന്നയിക്കുന്നത്.